ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കണം. ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം. ഈശോ തിരുവചനത്തിൽ പറയുന്നു, ഞാൻ ഭൂമിയിലേക്ക് വന്നത് സമാധാനമായിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ അല്ല, ഭിന്നതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരുവചനം പറയുന്നു, ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ 3 പേർ 2 പേർക്കെതിരെയും 2 പേർ 3 പേർക്കെതിരെയും ഭിന്നിക്കും. പിതാവ് പുത്രനെതിരെയും പുത്രൻ പിതാവിനെതിരെയും ഭിന്നിക്കും. മാതാവ് മകൾക്കെതിരെയും മകൾ മാതാവിനെതിരെയും ഭിന്നതയുണ്ടാകും. മരുമകൾ അമ്മായിമ്മയ്ക്കെതിരെയും അമ്മായിമ്മ മരുമകൾക്കെതിരെയും ഭിന്നിക്കും. മൊത്തത്തിൽ കുടുംബത്തിൽ ഭിന്നത തന്നെ. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ ഭിന്നത ഉണ്ടാകുന്നത്? നമ്മുടെ കുടുംബത്തിലേക്ക് തിന്മയുടെ ശക്തി പ്രവേശിക്കുമ്പോഴാണ് ഭിന്നത ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ തിന്മ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒക്കെ ഭിന്നത ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിൽ അടിയുറച്ച ഒരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നേട്ടങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പിറുപിറുപ്പുണ്ടാകും. നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് പിറുപിറുപ്പുണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ കുടുംബത്തിലേക്ക് ഭിന്നതയുടെ തിന്മയുടെ അരൂപി കടന്നു വരും. ക്രിസ്തുവിനെ ഓർത്ത് ക്രിസ്തുവിൽ അടിയുറച്ച് നല്ല ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഇന്ന് ഈ വചനം കേട്ട ഞങ്ങളെ നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഭിന്നതയുടെ ദുഷ്ടാരൂപി ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിൽ നിന്നും അകറ്റി നിന്നിൽ അടിയുറച്ച് നല്ലൊരു വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.